സ്വാഗതം. ഇന്ന് നമ്മൾ ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പ് അധികമായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭക്ഷണത്തിലൂടെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. കരളിന്റെ ആരോഗ്യം എങ്ങനെ കൂട്ടാം, ശരീരഭാരം എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യം പച്ചക്കറികളിൽ നിന്ന് തുടങ്ങാം, അല്ലേ? നല്ലതാണ്. ഈ പാലക്ക്, ചീര പോലെയുള്ള ഇലക്കറികൾ, പിന്നെ ബ്രോക്കോളി, ക്യാബേജ്, ആ ഒരു വിഭാഗം പച്ചക്കറികൾ, ഇവയൊക്കെ കരളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും പിന്നെ വണ്ണം കുറയ്ക്കാനും നല്ലതാണെന്നും ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. ശരിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പച്ചക്കറികളിലൊക്കെ ധാരാളം നാരുകളുണ്ട്, ഫൈബർ. അത് കരളിൽ മാത്രമല്ല, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ നാരുകൾക്ക് ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും പങ്കുണ്ടെന്നാണോ? അതെ, തീർച്ചയായും. നാരുകൾ വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കും. അത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ ശരീരഭാരവും നിയന്ത്രിക്കാം. ഓക്കെ, അപ്പോൾ ഈ സോയ ഉൽപ്പന്നങ്ങളുടെ കാര്യമോ? പ്രത്യേകിച്ച് ടോഫു? സോയ, ടോഫു പോലുള്ളവ. അതിൽ കൊഴുപ്പ് കുറവാണ്, പക്ഷേ പ്രോട്ടീൻ നല്ല അളവിലുണ്ട്. അതുകൊണ്ട് തന്നെ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാൻ ഈ സോയ പ്രോട്ടീൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. ശരി. ഇനി മറ്റൊന്നാണ് ഈ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ. അതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. മീനുകളിലാണല്ലോ ഇത് കൂടുതലായി കാണുന്നത്, മത്തി, ചൂര പോലുള്ളവ. അതെ. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അത് കരളിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ഫാറ്റി ആസിഡുകൾക്ക് കരളിലെ വീക്കം, ഇൻഫ്ലമേഷൻ അതൊക്കെ കുറയ്ക്കാൻ കഴിവുണ്ട്. കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്ന് ഉറപ്പിച്ചു പറയാം. തീർച്ചയായും. അതുപോലെ തന്നെയാണ് ഈ അവോക്കാഡോ, അതായത് വെണ്ണപ്പഴം. വെണ്ണപ്പഴം. അതിലും ആരോഗ്യകരമായ കൊഴുപ്പുകളുണ്ട്. പിന്നെ നാരുകളും. ഇത് രണ്ടും കരളിന് നല്ലതാണ്. അതോടൊപ്പം ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമാണ്, അല്ലേ? വളരെ പ്രധാനം. ഈ സൂര്യകാന്തി വിത്ത്, ഫ്ലാക്സീഡ്, ഇവയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. സൂര്യകാന്തി വിത്തിൽ വിറ്റാമിൻ ഇ ധാരാളമുണ്ട്. അതൊരു ആന്റി ഓക്സിഡന്റാണ്. ഈ ആന്റി ഓക്സിഡന്റുകൾ കരൾ കോശങ്ങൾക്കുണ്ടാവുന്ന കേടുപാടുകൾ തടയാൻ സഹായിക്കും. ഓക്കെ. ചണവിത്തിലാണെങ്കിൽ ഒമേഗ-3യുമുണ്ട്, ധാരാളം നാരുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ കരളിന് നല്ല സംരക്ഷണം കിട്ടും. ശരിയാണ്. വേറെയും ചില ഭക്ഷണങ്ങളുണ്ടല്ലോ ഇതിൽ. വെളുത്തുള്ളി. വെളുത്തുള്ളി. അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഗ്രീൻ ടീയോ? ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും നല്ലതാണ്. ഇതെല്ലാം ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ശരി. ഇനി ഒരു കാര്യം കൂടി, കാപ്പി. ഇത് ശരിക്കും കൗതുകം തോന്നി. കാപ്പി കുടിക്കുന്നത് നല്ലതാണെന്നാണോ? അതെ, അതാണ് രസകരമായ ഒരു കണ്ടെത്തൽ. മിതമായ അളവിൽ കാപ്പി കുടിക്കുന്നത്, ഒരുപാട് അളവിലല്ല. അത് കരളിൽ ചില എൻസൈമുകളുണ്ട്, അവയുടെ അളവ് കൂടുന്നത് അത്ര നല്ലതല്ല. ആ എൻസൈമുകളുടെ അളവ് കുറയ്ക്കാൻ കാപ്പി സഹായിക്കുമെന്നും ഫാറ്റി ലിവർ കൂടുതൽ മോശമാവാതെ നോക്കുമെന്നും നിങ്ങളുടെ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അതിന് കാരണം കഫീൻ ആകാമെന്ന് പറയുന്നുണ്ട്. അതെ, കഫീൻ ഒരു ഘടകമാകാം. പക്ഷെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമായി വരും അത് ഉറപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം കൂടി എന്താണ് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുക? ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഫാറ്റി ലിവർ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ ഇലക്കറികൾ, നാരുകൾ കൂടുതലുള്ള പച്ചക്കറികൾ, പിന്നെ ഒമേഗ-3 അടങ്ങിയ മത്സ്യങ്ങൾ, അവോക്കാഡോ, സൂര്യകാന്തി വിത്ത്, ചണവിത്ത്. ഓട്സ്, ഗ്രീൻ ടീ. അതെ, ഓട്സ്, ഗ്രീൻ ടീ, പിന്നെ മിതമായ അളവിൽ കാപ്പിയും. ഇവയെല്ലാം കരളിലെ കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്ന പോഷകങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രധാനമാണെന്ന് സാരം. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, ഈ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കരളിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത്. അത് നിങ്ങളുടെ മൊത്തമുള്ള ആരോഗ്യത്തിനും ശരീരഭാരത്തിനുമൊക്കെ നല്ലതാണ്. ഒരു ചെറിയ മാറ്റം പോലും, ഭക്ഷണത്തിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം പോലും ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശരിയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഈ ഭക്ഷണങ്ങൾ ഓരോന്നും തനിച്ച് കഴിക്കുന്നതിനേക്കാൾ ഇവയൊക്കെ ശരിയായ രീതിയിൽ ചേരുമ്പോൾ, അതായത് ഒരു സമീകൃത ഭക്ഷണ രീതിയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ ഗുണം കൂടുമോ? ഒരുപക്ഷെ
ഈ ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു സിനർജി, ഒരുമിച്ചുള്ള പ്രവർത്തനം, അതാവാം ഏറ്റവും നല്ല ഫലം തരുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. Follow us for more videos.